റിനിഷേട്ടാ ഇതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അല്ല ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. കാരണം കുറെ ഫ്രോഡ് പെൺകുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ റീച്ച് കിട്ടി അതിലൂടെ ഇതൊരു ജോലിയാക്കി മാറ്റിയാണ്. അതിലൂടെ കുറെ പൈസ കിട്ടും, അതുകൊണ്ട് കുറെ ഫോളോവേഴ്സിന് ഉണ്ടാക്കണം, അതുകൊണ്ട് കണ്ടന്റുകൾ ഉണ്ടാവണം, അതുകൊണ്ട് ഇതുപോലെ ബസ്സിൽ പോവുക, എന്നിട്ട് അവർ വീഡിയോ എടുക്കുക, അവിടെ തട്ടി ഇവിടെ തട്ടിയാണ് വീഡിയോ ഉണ്ടാക്കുക. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ പറയുന്നത്, ആ പെൺകുട്ടിയുടെ വീഡിയോയിൽ ആദ്യം ഈ പയ്യൻ എത്രയോ തൊട്ട ബാക്കിലാണുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി തൊട്ടടുത്തേക്ക് പോവാണ്, എന്നിട്ട് അവന്റെ കൈ തട്ടിയെന്ന് പറയാണ്. നമ്മൾ മനസ്സിലാക്കണം, 36 വർഷമായി ഇവിടെ ജനിച്ചു വളർന്നിട്ടുണ്ട് പയ്യൻ. ഇവിടെ ഒരാളോടൊരു മോശം പെരുമാറ്റമോ ഒന്നും നടത്താത്ത പയ്യൻ തൂങ്ങി മരിക്കപ്പെട്ടു. ആ അച്ഛനും അമ്മയ്ക്ക് ഇനി ആരുമില്ല, ആകെ ഒരു മകനാണുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതുപോലെ തോന്നിയാസം ചെയ്യുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. പണ്ട് പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അങ്ങനെയൊന്നും വരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഡ്രഗ്സ് പിടിക്കുന്നതിൽ എത്ര പെണ്ണുങ്ങളാണുള്ളതെന്ന്. അപ്പൊ പെണ്ണുങ്ങൾ ഇതുപോലെ ഒരുമ്പിട്ടിറങ്ങിയാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചില ആളുകൾ മെൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കേണ്ട ഉദ്ദേശം എന്താ? ആത്മാഭിമാനം പറയുന്നത് പെണ്ണിനും ആണിനൊക്കെ ഒരുപോലെയാണ്. ആ പെൺകുട്ടിയുടെ ദേഹത്ത് ദുരുദ്ദേശത്തോടെ ഒരാൾ തൊട്ടുണ്ട് ഒറ്റ ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഒരു നല്ല നോട്ടം നോക്കിയാൽ അപ്പൊ തീർക്കായിരുന്നു. അപ്പൊ അതൊന്നല്ല അവരുടെ ഉദ്ദേശം. അവരതൊക്കെ ആസ്വദിച്ച് വീഡിയോ എടുത്ത് അതിൽ റീച്ച് ഉണ്ടാക്കി അതിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കുകയാണ്. ഇവർ ജനപ്രതിനിധി ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ ആലോചിച്ചൊക്കെ എത്രത്തോളം മോശകരമായ നിലപാടാണ്. ഒരു പയ്യൻ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. അവന് ആത്മാഭിമാനം ഉള്ളതുകൊണ്ടാണ് അവൻ തൂങ്ങി മരിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്കെതിരെ നല്ല പെൺകുട്ടികൾ പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ല പെൺകുട്ടികൾ ഇത്തരം പെൺകുട്ടികൾക്കെതിരെ പ്രതികരിക്കണം. ഇത് ഫോളോവേഴ്സിനെ കൂട്ടാൻ, റീച്ച് കിട്ടാൻ, ഇത്തരത്തിൽ അതിലൂടെ പൈസ ഉണ്ടാക്കാനൊക്കെയാണ് ആളുകളുടെ ഉദ്ദേശം. ഇപ്പോൾ ഇത് നല്ല സ്ത്രീകൾക്ക് ഒരു മോശപ്പെട്ടല്ല, അതാ ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു സംഭവം നടന്നാൽ പോലും ആളുകൾ അത് വിശ്വസിക്കാത്ത അവസ്ഥയാവും. കാരണം ഇതാണല്ലോ ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾ നാളെ എങ്ങനെ വിശ്വസിക്കും ഇവരെ? ഇന്ന് നമ്മൾ മദ്യപിക്കുന്ന പെണ്ണുങ്ങൾ ഞാൻ ചില പല വീഡിയോകളുണ്ട്, ഞങ്ങൾ മദ്യപിക്കുന്നവരാണ്, ഞങ്ങൾ പുകവലിക്കുന്നവരെന്ന് പറയുന്നത് പെൺകുട്ടികൾ ധാരാളമുള്ള കാലഘട്ടം അത്. അപ്പോൾ ഒരുപാട് ഫ്രോഡുകളുണ്ട് ഇതുപോലെ. ഈ ഫ്രോഡുകൾ എന്താണ്? യഥാർത്ഥ പെൺകുട്ടികളെ അപമാനമാണ്. യഥാർത്ഥ പെൺകുട്ടികൾ അപമാനിക്ക് ഇതിനെതിരെ പ്രതികരിക്കാനാണ്. പൊതുജനം ശക്തമായി പ്രതികരിക്കണം. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഈ കുടുംബത്തോടൊപ്പം അതിശക്തമായി നിലകൊള്ളൂ. ഞങ്ങൾ കോടതി ഏതറ്റം വരെ വേണമെങ്കിലും ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിലനിൽക്കും. അതിശക്തമായ പ്രതിഷേധം ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവും. അതല്ല റിനിഷേട്ടാ, ഇവർക്കിപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. ആകെ ഒരു മകനാണുള്ളത്. 36 വയസ്സായി. ആ മകനാണ് തൂങ്ങി മരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ കുടുംബത്തിന് ഞാനാണുള്ളത്. ഒരു അച്ഛനും അമ്മയ്ക്കും ആകെ ഉള്ള ഒരു മകനാണ് തൂങ്ങി മരിച്ചത്. അവന് അഭിമാനം ഉള്ളത് കൊണ്ടല്ല അവൻ തൂങ്ങി മരിച്ചത്. അവര് കള്ളുടിയാനോ പെണ്ണുപിടിയാനോ വെച്ചാൽ അവൻ തൂങ്ങി മരിക്കില്ലല്ലോ. ഇല്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ ചില പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന എത്ര ആളുകളുണ്ട്. നമുക്ക് നല്ല ഇൻഫർമേഷൻ തരുന്ന, നല്ല യാത്രാ വീഡിയോകൾ പങ്കുവെക്കുന്ന അത്തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇതുപോലെ കുറെ ഫ്രോഡുകൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവരൊക്കെ പൊതുസമൂഹം തിരിച്ചറിയണമെന്നാണ്. ഇവരെ ഈ പെൺകുട്ടിയുടെ നാട്ടുകാർ പ്രതികരിക്കണം എനിക്ക് പറയാനുള്ളത്. ഒരു കൊലപാതകയാണെന്ന് ആ പെൺകുട്ടി. ഇതുപോലത്തെ സ്ത്രീകളോട് ഇനി എന്താ പറയാനുള്ളത്? അല്ല, ഇതുപോലത്തെ സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് റീച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടന്റുകൾ തിരഞ്ഞെടുക്കൂ. വേറെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ, അങ്ങനെ റീച്ച് ഉണ്ടാക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ. അത്തരത്തിലുള്ള റീച്ച് ഉണ്ടാക്കട്ടവർ. പാവം ഇതുപോലത്തെ കുടുംബത്തിൽ പറഞ്ഞ പാവം ചെക്കന്മാരെ ജീവിതം വെച്ചിട്ടല്ലല്ലോ കളിക്കേണ്ടത്. ആ പയ്യൻ തൂങ്ങി മരിച്ചില്ലേ? ആർക്ക് നഷ്ടം? ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടില്ലേ? അച്ഛനമ്മയ്ക്ക് ഏക മകനാണ്. അപ്പൊ ഇതൊരു ശരിയായ നിലപാടല്ല. ആണിനും പെണ്ണിനൊക്കെ ആത്മാഭിമാനമുണ്ട്, പ്രതികരിക്കാനുള്ള വേദികളുണ്ട്. ഒരു ദുരുദ്ദേശത്തോട് ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ ശക്തമായി പ്രതികരിക്കണം. അതിനൊന്നും ആരും ഇതിലല്ല. അതിന് നട്ടലുള്ള പെൺകുട്ടികൾ ധാരാളം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, പ്രതികരിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അതല്ലല്ലോ ഇവർ ഉദ്ദേശം. ഇവർ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുന്ന ഉദ്ദേശം ശരിയല്ല. ഇതിനെതിരെ ശരിക്കും നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ അല്ല, ഇത് നിയമം നമുക്കറിയാം. നിയമം ഒന്നും നമുക്ക് സ്ത്രീകൾക്ക് അനുകൂലമാണ്. അതിനൊന്നും നമുക്ക് എതിര് പറയാൻ പറ്റില്ല. പക്ഷെ ആ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ വിഷയം. അത് ധാരാളമായി ഇപ്പൊ കണ്ടുവരുന്നു. ഇപ്പൊ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളടക്കമുള്ള ആളുകളുടെ കാലഘട്ടത്തിൽ പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ നാളെ സത്യസന്ധമായ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് ഇതിലൊരു മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ല, ഇതിൽ മാറ്റം വരുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലല്ലോ. അതൊക്കെ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല. സ്ത്രീ പുരുഷൻ എന്നുള്ള വിവേചനം അല്ല, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയം വെച്ചുകൊണ്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റില്ല. ധാരാളം സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന പല സ്ഥലങ്ങളും ഇപ്പോഴും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വിഷയം. സ്ത്രീക്കൊരു നിയമം, പുരുഷനൊരു നിയമം. അല്ല, അത് ഞാൻ പറയാം, ജെൻഡർ ഈക്വാലിറ്റി ഒക്കെ കാലഘട്ടത്തിനനുസരിച്ച് വരേണ്ടതാണ്. അതിലൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയില്ല, ഒരുപാട് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളുണ്ട്. അതുകൊണ്ട് നിയമം അവർക്ക് അനുകൂലമായി നിലനിൽക്കുന്നത് നമ്മൾ തെറ്റില്ല. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അത് അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. പുരുഷന്മാർക്ക് ഒരു മെൻസ് അസോസിയേഷൻ എന്നുള്ള ഒരു നിലപാട്. അല്ല, അതൊക്കെ ഞാൻ അതിനെ അനുകൂലിക്കാനോ അതിനെതിരെ നിൽക്കാനോ അല്ല. പക്ഷേ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റില്ല എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്.